വരികളും ഹൃദ്യമായ സംഗീതവും കൊണ്ട് നമ്മുടെ മനസ്സിനെ എന്നും കീഴടക്കുന്ന ഒന്നാണ് നാടൻ പാട്ടുകൾ. നാടൻ പാട്ടിന്റെ ഈ നാട്ടുവഴിയിലേക്ക്, മിന്നാമിനിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് സെലിബ്രേറ്റഡ് ബൈ ഈസ്റ്റേൺ. അപ്പോൾ മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ ഈ സംഗീതയാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. നാദർഷിക, മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. മഹതി മാം, സ്വാഗതം. കുപ്പുസ്വാമി സാർ, സുസ്വാഗതം. പ്രേക്ഷകർ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറിയിലേക്ക്. അപ്പൊ മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു മനോഹരമായ പെർഫോമൻസുമായിട്ടാണ്. അപർണയാണ്. മണിമേളം റൗണ്ടിലാണ് അപർണ എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം അപർണ. അപർണ ചേച്ചി, നല്ല ഡ്രസ്സാണ് ആസ് യൂഷ്വൽ. ഡ്രസ്സും കമ്മലും ഒക്കെ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു ചേച്ചി. അപ്പൊ മണിമേളം റൗണ്ടാണ്. ഏത് പാട്ടാ പാടുന്നത്? ഞാനും എൻ്റെ അളിയനും കൂടെ. ഞാനും എൻ്റെ അളിയനും കൂടി തോട്ടുവരമ്പിൽ പോകുമ്പോൾ. അതല്ല, വേറെ പാട്ടാണ്. അപ്പം എന്തായാലും നന്നായിട്ട് പാടൂ, നന്നായിട്ട് പെർഫോം ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.
ചേച്ചി. മണിമേളമായിരുന്നു. ശരിക്കും ഡാൻസേഴ്സും എല്ലാം കൂടെ ചേർന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് ജഡ്ജസ് ആണ്, നമുക്ക് ചോദിക്കാം. കുപ്പുസ്വാമി സർ. അപർണ സർ. അപാരം. അപാരം മീൻസ് സൂപ്പർ. ആ നന്നായിട്ട് പാടി. അതെ, നല്ല ഒരു അതോടെ അതെ இந்த தான நதான தான நனான தான நனான மாங்கல்யம் தந்துனானே ஜீவனே துனா இப்படி மந்திரம் பேசுற மாதிரி இருக்குது அது. ஆனால் பாட்டு இதில் வர்றப்ப அந்த ரிதம் டிட்டக்கு டிட்டக்கு அந்த ரிதம்லாம் வர்றப்போ நல்லா ஒரு அடி சாங்கை வந்து நல்லா ஹாப்பியாக இருக்கு, ஹாப்பி மூடுக்கு வந்து அது நல்லா இருக்கு. நல்லா பாடு. குட், நைஸ். താങ്ക് യു സർ. താങ്ക് യു സർ. മഹതി മാം. നല്ല പെർഫോമൻസ് ഒക്കെ. താങ്ക് യു മാം. നന്നായിട്ട് പാടി. പിച്ചിങ് നല്ല രസമുണ്ടായിരുന്നു അപർണയുടെ. ഒരു സ്ഥലത്ത് മാത്രം താളം ഒന്ന് മിസ്സായ പോലെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ 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 കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓവറോൾ ഇറ്റ് വാസ് എ വെരി നൈസ് പെർഫോമൻസ്. പിച്ചിങ് വാസ് വെരി നൈസ്. ഡാൻസേഴ്സ് നല്ല എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്ത കാരണം ആ കൂടി അപർണയുടെ കോസ്റ്റ്യൂം നല്ല രസമുണ്ട്. താങ്ക് യു മാം. വെരി കളർഫുൾ, വെരി ചിയർഫുൾ. അതേപോലെ തന്നെ ഉണ്ടായിരുന്നു സിംഗിങ്ങും. പിച്ചിങ് പ്രശ്നം ഉണ്ടായിരുന്നേ ഇല്ല. സോ വോയിസ് വാസ് ഓൾസോ നൈസ്. സോ ഓൾ ഗുഡ് തിങ്സ്. സോ കീപ് ഇറ്റ് അപ്പ്. ഇതുപോലെ അങ്ങോട്ട് അടുത്ത റൗണ്ട്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. നാദർഷിക. നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല ഡാൻസ്, അത് വളരെ കളർഫുള്ളായിരുന്നു, നല്ല പവർഫുള്ളായിരുന്നു. നമ്മളതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് കുറേ മഞ്ഞക്കിളികളുടെ നടുവിൽ ഒരു ചുവന്ന കിളി അല്ലേ, ചുവന്ന കിളി. എല്ലാ കിളികളും നന്നായിരുന്നു, പാട്ടും നന്നായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു അക്ക. അപർണ ചേച്ചി. നല്ല കമൻസ് ആണ് പറഞ്ഞത്. കഴിഞ്ഞ സെഷനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കരച്ചിലും കാര്യങ്ങളും ഒക്കെ കണ്ട് ഞങ്ങൾ ആകെ നടുങ്ങിയിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിരിക്കുകയായിരുന്നു. അപർണ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം എനിക്ക് വേറെ കമൻസ് ഒന്നും ഇതായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് മാർക്സ് എന്താണെന്ന് ചോദിക്കാം. കുപ്പുസ്വാമി സാർ, ഔട്ട് ഓഫ് 30 ഞാൻ 28 തരും. താങ്ക് യു സർ. മഹതി മാം. അപർണ എത്ര മാർക്ക് വേണം? അറിയില്ല. 28. താങ്ക് യു മാം. താങ്ക് യു മാം. നാദർഷിക. അപ്പം സർ. മോളൊരു സിനിമ പാട്ടൊരു 4 പേര് പാട്. ചുമ്മാ നമുക്ക് ഈ നാടൻ പാട്ടിൻ്റെ ഇടയ്ക്ക് കേൾക്കാൻ നിങ്ങളുടെ മറ്റ് ഗാനങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ആകാംക്ഷ, അതിനുവേണ്ടി ഏതെങ്കിലും ഒരു സിനിമ പാട്ട് പാട്. நெஞ்சுக்குள்ள ஓமா முடிஞ்சிருக்க, நெஞ்சுக்குள்ள ஓமா முடிஞ்சிருக்க, இங்க எத்திசையில் என் பொழப்பு வெடிஞ்சிருக்கு. வெள்ள பர்வ வீசி வட்டீர் முன்னாடி, இந்த தாங்காத மனசு தண்ணிப்பட்ட கண்ணாடி. வண்ணமடியாரோ வளருது கடியாரோ, ஆனா பொய்யெல்லாம் அடக்குவது யாரோ. நீ போன பின்னும் நிழல் மட்டும் போகலே போகலே, நெஞ்சு குழியில் நிழல் வந்து விழுந்திருச்சு. அப்ப நிமிர்ந்து வர அப்புறமா குனியலே குனியலே, கூட கம்பி போல மரம் சொத்திருக்குது. ஓகே, தேங்க்யூ. இல்லை, ஒரு ஐடியா இருக்கு. இந்த சில இந்த உல்டான்னு சொல்லுவாங்க பார்த்தீங்களா, ஒரு பாட்டை எடுத்துக்கிறது, அந்த பாட்டில் என்ன இருக்குதோ அதை அப்படியே உல்ட்டா அடித்து வேற ஒரு பாட்டு பாடுறது. ஆனால் இந்த பாட்டில் இருந்தால் அந்த பாட்டு வந்ததுன்னு தெரியாது. அப்படி நிறைய பேர் செஞ்சுட்டு இருப்பாங்க. இப்போ இந்த பாட்டில் நான் ஒரு உல்ட்டா பண்ணி காமிக்கிட்டா, தனே தனே தானே தன தனே தானே 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 நானா, தன தன தானே தானே நானா, தன தன தானே தானே தான் தன்னனா 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 தன்னனா.
இது மாதிரி ஒரு 10 போடலாம். இது பார்த்தா உல்ட்டா நிறைய பேர் தெரியாது. இதெல்லாம் நடந்துட்டு இருக்கு, அது ஒரு பக்கம் நடந்துட்டு இருக்கு, அது இல்லாமல் சொல்லக்கூடாது. ஓகே ഓക്കെ അപ്പോൾ ഞാനും അപർണക്ക് 28. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ 90-ൽ 84 മാർക്സ് ആണ്, നല്ല മാർക്സ് ആണ്. അപ്പോൾ അടുത്ത റൗണ്ട്സ് വരുന്നുണ്ട്, അതിന് നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പോൾ അപർണയുടെ ഈ നല്ല പെർഫോമൻസിന് ശേഷം അടുത്തൊരു പെർഫോമൻസിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്, പക്ഷേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മൾ അതിലേക്ക് പോകാൻ പോകുന്നത്. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ഓൺ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വെൽക്കം ബാക്ക് ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. കാർത്തികയാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വരുന്നത്. അപ്പോൾ അടുത്ത റൗണ്ട് വേഷപകർച്ചയാണ്. നമുക്കറിയാം ഓരോ വേഷവും എത്രത്തോളം വ്യത്യസ്തമാകുന്നോ അത്രത്തോളം കൗതുകമാണ് നമുക്കത് കാണാനുണ്ടാവുന്നത്. അപ്പോൾ കാർത്തിക ഏത് വേഷത്തിലാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം, എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം കാർത്തികയെ. കാർത്തിക ചേച്ചി നല്ല രസമുണ്ട് കേട്ടോ ഈ വേഷം, കാണാൻ നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു ചേച്ചി. പിന്നെ ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? നമ്മുടെ കണ്ടത്തിൽ കല്ലു കണ്ടത്തിലുണ്ട്. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. കാണാം. താനേ തന തന താനേ 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 താനാനേ താനേ തന തന താനേ 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 താനാനേ. നമ്മുടെ കണ്ടത്തിൽ കല്ലു കണ്ടത്തിൽ നാളെ നമുക്കൊരു വിത്തിടിലുണ്ട്. നമ്മുടെ കണ്ടത്തിൽ കല്ലു കണ്ടത്തിൽ നാളെ നമുക്കൊരു വിത്തിടിലുണ്ട്. ചക്കിയു നീലിയു വന്നേകിനേടോ നാളെ നമുക്കൊരു വിത്തിടിലുണ്ട്. ചക്കിയു നീലിയു വന്നേകിനേടോ നാളെ നമുക്കൊരു വിത്തിടിലുണ്ട്. അയ്യോ തിരന്തോ ദിനം ദിനം താരാ താരാ തിരന്തോ ദിനം ദിനം താരാ. അയ്യോ തിരന്തോ ദിനം ദിനം താരാ താരാ തിരന്തോ ദിനം ദിനം താരാ.
ചേച്ചി. അപ്പോൾ നല്ലൊരു പാട്ടായിരുന്നു. നന്നായിട്ട് പെർഫോം ചെയ്തോ? എന്ത് തോന്നുന്നു? അറിയില്ല. ഡാൻസ് ഒക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഇൻഹിബിഷനിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു. അപ്പം എന്തായാലും അതിനെക്കുറിച്ച്, പാട്ടിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നാദർഷിക്ക. കാർത്തിക, മോളെ നന്നായിരുന്നു പാടി കേട്ടോ. മോളുടെ കൂടെ ഉണ്ടായിരുന്ന കോറസും നന്നായിരുന്നു. അവർ വളരെ ആത്മാർത്ഥമായിട്ട് പാടി. ഒരു ടീം ബേസും ഒരു ടീം ഹൈയും പാടി. അതൊക്കെ നല്ല, ഈ മോളുടെ പാട്ടിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ബാക്ക് ഡ്രോപ്പിൽ നല്ല വിഷ്വൽസ് ഉണ്ടായിരുന്നു. പിന്നെ പാട്ടില് ഞാൻ ആദ്യം പ്രാവശ്യം കാർത്തികയുടെ പാട്ട് കേട്ടപ്പോൾ വിചാരിച്ച് ആ പാട്ടിന് മാത്രം ഇങ്ങനെ ഈ ചെറിയ വെള്ളിയിട്ട് പാടുന്ന പരിപാടിയില്ലേ, ഞാൻ അന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളിയിട്ട് പാടുന്ന സ്ലിപ്പ് ചെയ്തിട്ട് നല്ലതാണ് അത്. ശരിക്ക് ഇവരുടെയൊക്കെ ഭാഷയെ പറഞ്ഞ, അതായത് സംഗീതം വരച്ച് കലക്കി കുടിച്ചവരുടെ ഭാഷയല്ലേ, നമ്മുടെ ഒന്നുമല്ല, അവരുടെ ഭാഷ പറഞ്ഞ ജ്ഞാനവെള്ളി അല്ലേ, ജ്ഞാനം കൂടി കഴിയുമ്പോൾ, അതെ ജ്ഞാനം കൂടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വെള്ളി, അത് മോൾക്ക് ഈ പ്രായത്തിൽ തന്നെ ഒരുപാട് അത് കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വോയിസിലുണ്ട്. അത് ചില പാട്ടുകൾക്ക് നല്ലതാണ്, ചില പാട്ടുകൾക്ക്, എല്ലാ പാട്ടുകൾക്കും അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല. മോള് പാടുന്ന എല്ലാ പാട്ടിനും ആ ഒരു എന്താ തിങ്സ് മോൾ ഇട്ടിട്ടാണ് പാടുന്നത്. ശരിയാണോ? അതങ്ങനെ ശീലിച്ചാണോ? പാടുന്നു വന്നു പോന്നെ. ശരി, ആയിക്കോട്ടെ. ഞാൻ അത് എന്ന് വെച്ചിട്ട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണ്ട കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ആ വോയിസ് വന്ന് പോകുന്നെങ്കിൽ എല്ലാ പാട്ടിനും വരണ്ട, അതില്ലാതെയും പാടി ശീലിക്കണം കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ബാക്കി മാർക്കിൽ ഏറ്റുമുട്ടാം. മാർക്ക് പറയണ്ട കേട്ടോ. താങ്ക് യു അക്ക. കുപ്പസ്വാമി സാർ. കാർത്തിക, സാർ. നിങ്ങളുടെ കാസ്റ്റ്യൂം പെർഫെക്റ്റ് ആയി, നന്നായിട്ട്. താങ്ക് യു സാർ. ഓക്കെ, அந்த நாடன் பாட்டுகளுக்கான ஒரு பிரத்யேகமான வாய்ஸ், നിങ്ങളുടെ வாய்ஸ் താങ്ക് യു സാർ. யூனிக் வாய்ஸ், நல்ல ஷார்ப்பான வாய்ஸ். ஓகே, பட் அந்த பாட்டு படிக்கும்போது அந்த சரியா அந்த இடங்கள் சரியா உட்காரணும், சரியா அமையணும். அந்த சரணம் பாடுங்க, சரணம். ചങ്കു കണ്ടത്തിന്റെ ചന്തം കണ്ടോളെ, ചങ്കിച്ചു നിൽക്കും കാറുമ്പി പെണ്ണാളെ, കൂട്ടുന്ന കാള കോഴഞ്ഞങ്ങും പോയേ, പൂട്ടുന്ന ചെക്കൻ കോഴഞ്ഞങ്ങും പോയേ. അതെ, ഇത് കവണമായിട്ട് எந்த இடத்துல நமக்கு சறுக்குது, எந்த இடத்துல அப்படிங்கறத கவனமா கேட்டு படிக்கணும் என்ன. மற்றபடி பாட்டு நன்னாயிட்டு. குட். താങ്ക് യു സർ. മഹതി മാം. നല്ല പെർഫോമൻസ് ആയിരുന്നു കാർത്തിക. താങ്ക് യു. നാദർഷൊക്കെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കാർത്തികയുടെ വോയിസിൽ കാർത്തിക അറിയാണ്ട് വരുന്നതാണ് ആ വെള്ളി എന്ന് പറയണത്. വെള്ളി എന്നും പറഞ്ഞുകൂടാത്. ഇൻഫാക്ട് കാർത്തിക ത്രോട്ട് സ്ട്രെയിൻ നല്ല ഡ്രൈ ആണല്ലേ, കാർത്തികയുടെ വോയിസ് നല്ല ഡ്രൈ ആണ്. ത്രോട്ട് സ്ട്രെയിനിൽ ആ പവറിൽ ഇങ്ങനെ പാടുമ്പോൾ അറിയാണ്ട് അന്ന് അങ്ങനെ വീണാണ് ഒരു ചെറിയ സംഭവം. വെള്ളി അങ്ങനെ വേറൊരു വാക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ തോന്നുന്നു. ഓക്കെ, എനി ഹൗ കാർത്തിക കുഴപ്പമുണ്ടായിരുന്നില്ല പെർഫോമൻസ്. ഇറ്റ് ഈസ് ഓക്കെ. പിച്ചിങ് പ്രോബ്ലം ആയിരുന്നു ബേസിക് ആയിട്ട് എനിക്ക് തോന്നിയത്. കാർത്തിക തുടങ്ങുന്ന ശ്രുതി ആൻഡ് ബ്രൈറ്റ്നെസ് ഒക്കെ കൊള്ളാം, പക്ഷെ എല്ലാ നോട്ട്സും കറക്റ്റായിട്ട് വേണം, റൈറ്റ്? സോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ തിങ്ക് കോറസിൻ്റെ സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. ആൻഡ് നന്നായി നല്ല കോസ്റ്റ്യൂമാണ് കാർത്തികയ്ക്ക്, നന്നായി ചേരുന്നുമുണ്ട്. നല്ല പാട്ട്. സോ കാർത്തിക കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് പാടാൻ ശ്രമിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. കാർത്തിക, കമന്റ്സ് ഒക്കെ കേട്ടല്ലോ. അപ്പൊ എത്ര മാർക്സ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അറിയില്ല. ഒന്നും പറയുന്നില്ലല്ലേ? എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് ഇനി അത് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി. അപ്പൊ നമുക്ക് ചോദിക്കാം ജഡ്ജസിനോട് എത്ര മാർക്സ് ആണെന്ന്. നാദർഷിക്ക, ഔട്ട് ഓഫ് 30? 26. താങ്ക് യു സാർ. കുപ്പസ്വാമി സർ, ഔട്ട് ഓഫ് 30? ഞാനും 26. താങ്ക് യു സാർ. മഹതി മാം? 26. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 78 മാർക്സ് ആണ്. ഇത്ര നല്ല മാർക്സ് എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും ഇനിയും റൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഫ്ലോസ് ഒക്കെ മാറ്റിയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുക. അടുത്ത റൗണ്ടിൽ നല്ല കോൺഫിഡൻസോടുകൂടി വരിക.
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അപ്പോൾ കാർത്തികയുടെ ഈ മനോഹരമായ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം അടുത്ത കണ്ടസ്റ്റന്റ് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ഓൺ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വെൽക്കം ബാക്ക് ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പോൾ കാർത്തികയുടെ നല്ലൊരു പെർഫോമൻസിന് ശേഷം അടുത്ത് വരാൻ പോകുന്നത് ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്, പരസ്പരം റൗണ്ട്. അപ്പോൾ ഇതിൽ അടുത്തതായി വരുന്നത് ശീതളാണ്. ശീതളിനോടൊപ്പം സുരേഷ് പാളിപ്പാറ. ലെറ്റ്സ് വെൽക്കം ശീതൾ ആൻഡ് സുരേഷ് ടു ദ സ്റ്റേജ്. കോഴിക്കൂവണ നേരത്താണല്ലോ നിന്നെ പൊങ്കാല തെരുവിലും വെച്ചു കണ്ടു പെണ്ണേ. ഒരുപാട് സിനിമയുണ്ടായ അടിയും പിടിയും ചോറ്. ശീതൾ ഏത് പാട്ടാ പാടുന്നത്? സർപ്പവർണ്ണങ്ങൾ എന്നുള്ള പാട്ട്. എന്താണ് അതിന്റെ ഐതിഹ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊരു അനുഷ്ഠാന പാട്ടാണ്. സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ പാടുന്ന പാട്ട്. അപ്പം രണ്ടുപേരും ചേർന്നാണോ സാധാരണ പാടുന്നത്? ഇത് പുള്ളുവൻ പുള്ളുവത്തി സമുദായത്തിൽപ്പെട്ട പുള്ളുവൻ പാട്ടിന്റെ ഒരു ശ്രേണിയിൽ വരുന്ന അല്ലേ? അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ശീതളിനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സർപ്പവർണ്ണങ്ങളുടെ സൽക്കഥ ചൊല്ലുന്നേ. ഗണപതിക്കരിയട മലർത്തേങ്ങാ നെയ്യപ്പം. സർപ്പവർണ്ണങ്ങളുടെ സൽക്കഥ ചൊല്ലുന്നേ. ഗണപതിക്കരിയട മലർത്തേങ്ങാ നെയ്യപ്പം. ഇവയെല്ലാം വെച്ചു ഞങ്ങൾ നാഗങ്ങളെ തൊഴുന്നേ. ശങ്കര ശിവനെന്നേ കാത്തുരക്ഷിക്കണേ. ഒന്നല്ലേ തലവാഴും ഓംകാരനാഗങ്ങൾ. രണ്ടു തലവാഴുന്ന ശിവനും ശിവശക്തിയും. മൂന്നു തലവാഴുന്ന മൂലമണി നാഗങ്ങൾ. നാലു തലവാഴുന്ന നാഗരാജാവല്ലോ. അഞ്ചു തലവാഴുന്ന അഞ്ജനമണി നാഗങ്ങൾ. ആറു തലവാഴുന്ന അൻപൂക്ക് സർപ്പങ്ങൾ. ഏഴു തലവാഴുന്ന കാളിയ മർദ്ദനൻ. എട്ടു തലവാഴുന്ന അഷ്ടനാഗങ്ങളും. ഒൻപതു തലവാഴുന്ന
നല്ലതൊരു പാമ്പുമേ കാട്ടല്ലോ പാമ്പുമേ കാട്ടുവാഴോ ശ്രീ അനന്തൻ വാസുകി അവിടെയും നല്ലതൊരു പാമ്പുമേ കാട്ടല്ലോ പാമ്പുമേ കാട്ടുവാഴോ ശ്രീ അനന്തൻ വാസുകി ബ്രാഹ്മണ ക്ഷത്രിയനോ വൈശ്യനു ശൂദ്രനോ ഇങ്ങനെ 4 ജാതി സർപ്പകുലങ്ങളോ ബ്രാഹ്മണ ക്ഷത്രിയനോ വൈശ്യനു ശൂദ്രനോ ഇങ്ങനെ 4 ജാതി സർപ്പകുലങ്ങളോ ബ്രാഹ്മണനാകുന്ന മണിനാഗ സർപ്പങ്ങൾ ക്ഷത്രിയനാകുന്ന കരുനാഗ സർപ്പങ്ങൾ ശൂദ്രനാകുന്ന അഞ്ചരമണി നാഗങ്ങൾ വൈശ്യനാകുന്ന നീലമണി നാഗങ്ങൾ വാഴുക വാഴുക സർപ്പകുലം വാഴുക 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 സർപ്പകുലം വാഴുക. ശീതൾ, സുരേഷ്, ഞാനൊരു സർപ്പത്തിനെ പോലെ ശരിക്കും സർപ്പകളത്തിൽ എത്തിയ പോലെയായി. ഇങ്ങ് വന്നു ഞാൻ. അതെല്ലേ? ശരിക്കും ഒരു സർപ്പകളത്തിന്റെ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു. അപ്പം പാടിയപ്പോ ഒരു ഫീല് തോന്നിയോ? ആ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു നമ്മുടെ ഒരു ശക്തിയുള്ള പോലെ ഫീൽ ചെയ്തു അല്ലേ? അപ്പൊ ഇനി അതിന്റെ കമന്റ്സ് പറയേണ്ടത് ജഡ്ജസ് ആണ്. നമുക്ക് ചോദിക്കാം. മഹതി മാം. ശീതൾ ആൻഡ് സുരേഷ്, നമ്മുടെ മിന്നാമിനിങ്ങിന്റെ സെറ്റിൽ ഒരു നല്ല ഒരു ആംബിയൻസ് കൊണ്ടുവന്നു. താങ്ക് യു. ഡ്യുവറ്റ് പെർഫോമൻസിന് വ്യത്യാസമായ ഒരു പാട്ട്, നല്ലൊരു ആംബിയൻസ്, നല്ലൊരു ഓറ ഉണ്ടായിരുന്നു, നല്ലൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു, നല്ല ഡിവൈൻ ആയിരുന്നു. ശീതൾ നന്നായി പാടി. താങ്ക് യു മാം. ഐ തിങ്ക് എല്ലാത്തിൻ്റെ ഒരു ഓറ ശീതളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ? ശ്രുതിയൊക്കെ നന്നായിട്ട് ചേർന്ന് നന്നായിട്ട് പാടി ശീതൾ. സുരേഷിന്റെ സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യം ദിവ്യ പറഞ്ഞ പോലെ ഇത് എന്താ പറയാ, ഡ്രസ് ഐ തിങ്ക് ഡ്രസ് ചേഞ്ച് റൗണ്ട് ആണോ അല്ല ഡ്യുവറ്റ് റൗണ്ട് ആണോ എന്ന് പറഞ്ഞ ഒരു ഡൗട്ട് വരുന്ന വിധത്തിലായിരുന്നു നിങ്ങളുടെ പ്രസൻറ്റേഷൻ. ഐ തിങ്ക് ഒരു നല്ല പെർഫോമൻസിന് ആവശ്യമുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നല്ലൊരു കോൺസെപ്റ്റ്, വെരി റെയർ, നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു. താങ്ക്സ്, ഐ റിയലി എൻജോയ്ഡ്. താങ്ക് യു മാം. താങ്ക് യു മാം. ഇപ്പൊ സമയം நல்ல தெய்வீகமாய் உன்னை ஒரு கானம் கேட்டு உடம்பு சிலிர்த்து போய் நல்ல ஒரு தெய்வீகமாய் ஒரு ஒரு சூழ்நிலை இங்கே உருவாச்சு. ரொம்ப பிரமாதமாக இருந்தது. இது வந்து ஒரு ரேர் சாங் ஆனது. നല്ലായിട്ട് അത് ഞാൻ വന്ന് സ്റ്റേജിൽ അമ്മേൻ്റെ പാട്ട് പാടുമ്പോൾ സർപ്പം വരും. അവിടെ വന്ന കാഴ്ചകൾ നിറയെ ഉണ്ട്. എല്ലാ പ്രോഗ്രാമിലും ഞാൻ ഒരു അമ്മയെ പാട്ട് കറക്റ്റ് ഉണ്ട്. സർപ്പം വരും. എന്നോട് ഫസ്റ്റ് പ്രോഗ്രാമിൽ ഞാൻ പാടുമ്പോൾ സർപ്പം വന്നു. ഇപ്പോഴും ഞാൻ അമ്മയുടെ ആലയത്തിൽ പാടുമ്പോൾ സർപ്പം വരും. അത് ഈ പാട്ട് പാടുമ്പോൾ എൻ ഉടമ്പ് സീർത്ത് പോയി ഞാൻ அது இருக்கையிலேருந்து சற்று கண்ட்ரோல் செஞ்சேன். அந்த பாம்பு பாட்டு பாடினா எனக்கு வந்து ஒரு உடம்பு ஒரு மாதிரி ஆகிடும் எப்போதுமே. அது வந்து ஒரு 20 மினிட்ஸ் நான் பாடும் அந்த பாம்பு பாட்டு. സർപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഡിയൻസിന്റെ ஆடியன்ஸ் கலைஞ்சு போய் சர்ப்பம் அப்படியே போய் நிறைய ஃபோட்டோலாம் இருக்கு. நிறைய இடங்கள்ல வந்து பாம்பு வரா, ஆனால் அவங்க கூட்டத்திலே ஆட்டம் வரும். பாம்பு போல் ஆடி ஒன்று ரெண்டு இல்லை, 100 200 இப்படி வரும். அது ஜாஸ்தியாகி வரும். அதனால அது ஒரு வரி, அம்மா 5 எழுத்து மந்திரத்தே ஆளுகிற நாயகனின் நெஞ்சினிலே நீ இருந்து 5 தொழிலை தருபவளே அகிலாண்ட நாயகியே
இந்த அடியேனின் குரல் கேட்டு ஆவேசம் தான் கொண்டு வளைந்தாடி நெளிந்தாடி பாம்பாக உருமாறி வர வேணும். நீ ஆடு பாம்பே சுழன்றாடு பாம்பே, 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 நீ ஆடு பந்தாடு உருண்டாடு வளைந்தாடு நெளிந்தாடு, ஆடு பாம்பே சுழன்றாடு பாம்பே. அம்மா நீ ஆடு பந்தாடு உருண்டாடு வளைந்தாடு நெளிந்தாடு. நாகத்தின் கண்ணே அம்மா நல்ல விஷப்பாம்பே, தேகத்தின் கண்ணே அம்மா தெய்வ விஷப்பாம்பே, நாகத்தின் கண்ணே அம்மா நல்ல விஷப்பாம்பே, தேகத்தின் கண்ணே அம்மா தெய்வ விஷப்பாம்பே. ஐந்து தலை நாகம் அம்மா ஆடி விளையாடுதம்மா, பத்து தலை நாகம் அம்மா பாட்டு விளையாடுதம்மா, செந்தேலை நாகம் அம்மா சென்று விளையாடுதம்மா, கருந்தலை நாகம் அம்மா காக்குதம்மா உன் கோயில், மார்மேலே நாகம் அம்மா மகிழ்ந்து விளையாடுதம்மா, தோல் மேலே நாகம் அம்மா தொட்டு விளையாடுதம்மா. பாக்கிட்டால் தப்பாது பர கொடுத்தால் பொய்யாது, பாக்கிட்டால் தப்பாது பர கொடுத்தால் பொய்யாது, நோக்கிட்டால் தப்பாது நொடி பொழுதும் தப்பாது, பொய்யாது பொய்யாது வளர்ந்தாம் பொய்யாது, பொன்மகளே மாறிகளே பூத்த விழி பொய்யாது. இப்படி அது ஒரு 20-25 நிமிஷம் இந்த பாட்டு போகும்போது கூட்டத்திலிருந்து பல பேர் எழுந்தாடும் தெய்வீகமாய் ஒரு சூழ்நிலை அங்கு உருவாகும். அதுபோல் இவிட நீங்கள் பாடும்போல் ஞான உணர்ந்து நல்ல പാട്ട് வாழ்க. താങ്ക് യു സർ. നാദർഷിക. ഞാൻ ഇനി എന്ത് പറയാനാണ്? എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് രണ്ടുപേര് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പാട്ട് എനിക്ക് പറയാവുന്നത്, എനിക്ക് മനസ്സിലായത് നിങ്ങൾ നല്ല ശ്രുതിയിൽ പാടി നല്ല രസമുണ്ടായിരുന്നു. വിഷ്വലി നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. കാരണം സിനിമയിലല്ലാതെ ലൈവ് ഇങ്ങനെ നേരിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ കാരണം ഇതിനൊരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ സാധാരണ വെറുതെ ചുമ്മാ ഇത് നോർമൽ കോസ്റ്റ്യൂമിൽ നിന്ന് പാടിക്കഴിഞ്ഞാൽ ഒട്ടും ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫീലൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് നിങ്ങൾ ഈ ഒരു ഫീല് കൊണ്ടുവന്നത്, ഈ കോസ്റ്റ്യൂം, ഈ സെറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങളുടെ പാട്ടിന് ഒരുപാട് ഗുണം ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അക്ക. ജഡ്ജസ് നല്ല കമന്റ്സ് ആണ് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് മാർക്സിൽ എങ്ങനെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. മഹതി മാം, ഔട്ട് ഓഫ് 30 28 for you, Sheetal. Thank you, ma'am. കുപ്പുസ്വാമി സർ 28. Thank you, sir. നാദർഷിക. സെയിം 28. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 84 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ആംബിയൻസിനും പാട്ടിനും ഈ പറഞ്ഞ മാതിരി നന്നായിട്ട് സുരേഷും കോംപ്ലിമെന്റ് ചെയ്തു. എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു പെർഫോമൻസ് ആണെന്നാണ് ജഡ്ജസ് പറഞ്ഞത്. നല്ല മാർക്സും കിട്ടി. അപ്പോൾ ഇത് നല്ലൊരു സ്ട്രെങ്ത് ആയിട്ട് എടുക്കുക. അടുത്ത് വരുന്ന റൗണ്ട്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. Thank you, Sheetal. ഓക്കെ. ശീതളും സുരേഷും ഒക്കെ ചേർന്ന് ശരിക്കും പറഞ്ഞാൽ മിന്നാമിനിങ്ങിന്റെ ഈ വേദിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മളെല്ലാം വേറൊരു ലോകത്ത് പോയ പോലെ അല്ലേ? പക്ഷേ അടുത്ത വീണ്ടും ഒരു പെർഫോമൻസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ഓൺ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അടുത്തതായി വരാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഗസ്റ്റ് പെർഫോമൻസ് ആണ്. നമുക്ക് ആസ്വദിക്കാം.
ലൈഫാണ് അഭയമെന്നയ്യപ്പ അറിയാ പാപങ്ങൾ പൊറുക്കണമയ്യപ്പ ജീവിതമാം കരിമലകൾ കേറി മറിഞ്ഞൊരു യാത്രകളിൽ ബാച്ചിലർ ലൈഫാണ് അഭയമെന്നയ്യപ്പ അറിയാ പാപങ്ങൾ പൊറുക്കണമയ്യപ്പ ജീവിതമാം കരിമലകൾ കേറി മറിഞ്ഞൊരു യാത്രകളിൽ എല്ലാരും ഒന്നായി എന്നാളും ഒന്നായി നടന്നേ പോവുക നാം തുടർന്നേ പോവുക നാം എല്ലാരും ഒന്നായി എന്നാളും ഒന്നായി നടന്നേ പോവുക നാം തുടർന്നേ പോവുക നാം ഓഹോ കാടിനയ്യോ ജട്ടട്ടാനും ഒരു മയിലുടത്താനോ പറ്റിപ്പോകാതുയിരിൻ ചേകത്താലോ ഉടലിനു പലവിധമാമോ ഉയിരിനിതൊരു മുഖമേയോ ജീവശ്വാസവും ഒന്നാണേ കത്തുന്നിരളിൽ സേകച്ചുട്ടായി കെട്ടിയിടാതെ ചെറുതരി വെട്ടത്താലോ കത്തിയിടേണേ കൊടിയൊരു കാറ്റത്തും അറിവിനു മറുപുറമാമോ അലിവിനു വില വലുതാമോ ഓരോ ജീവനും ഒന്നാണേ ബാച്ചിലർ ലൈഫാണ് അഭയമെന്നയ്യപ്പ അറിയാ പാപങ്ങൾ പൊറുക്കണമയ്യപ്പ ജീവിതമാം കരിമലകൾ കേറി മറിഞ്ഞൊരു യാത്രകളിൽ ബാച്ചിലർ ലൈഫാണ് അഭയമെന്നയ്യപ്പ അറിയാ പാപങ്ങൾ പൊറുക്കണമയ്യപ്പ ജീവിതമാം കരിമലകൾ കേറി മറിഞ്ഞൊരു യാത്രകളിൽ എല്ലാരും ഒന്നായി എന്നാളും ഒന്നായി നടന്നേ പോവുക നാം തുടർന്നേ പോവുക നാം എല്ലാരും ഒന്നായി എന്നാളും ഒന്നായി നടന്നേ പോവുക നാം തുടർന്നേ പോവുക നാം നാടൻ പാട്ടുകളുടെ നാട്ടുശീലുമായി വ്യത്യസ്ത റൗണ്ടുകളുമായി ഇന്നത്തെ നമ്മുടെ ഈ മിന്നാമിനിങ്ങിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ നമ്മൾ വീണ്ടും കാണാം മിന്നാമിനിങ്ങിന്റെ അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി, ആൻഡ് ഗുഡ് നൈറ്റ്.